സ്നേഹമുള്ളവരെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് സഹനങ്ങൾ, വേദനകൾ, നിരാശകൾ. അത് എന്തിനു വേണ്ടി നൽകപ്പെടുന്നു എന്നത് പലപ്പോഴും മനുഷ്യ ബുദ്ധിക്ക് അഗ്രാഹ്യമാണ്. എന്തിനു വേണ്ടി സഹനങ്ങൾ നൽകപ്പെടുന്നു? സഹനം ദൈവം തരുമ്പോൾ അതിന് പല പല ലക്ഷ്യങ്ങളുണ്ട്. ഓരോ സഹനത്തിനും അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നുവോ അപ്രകാരമാണ് ജീവിതത്തിൻ്റെ വിജയം. ഒന്നാമത് നമ്മൾ കാണുന്നത് സഹനങ്ങൾ ദൈവം തരുന്നത് ഒരു വലിയ നന്മയ്ക്ക് ഒരുക്കമായിട്ടാണ്. മതഗ്രന്ഥങ്ങൾ, ഗുരുഭൂതന്മാർ, ആചാര്യന്മാർ ആ രീതിയിലാണ് സഹനങ്ങളെ വ്യാഖ്യാനിക്കുക. ഉപരി നന്മയ്ക്ക് വേണ്ടി ഒരു സഹനം തരും. ഒരു ഈറ്റക്കമ്പ് വെട്ടിമുറിച്ചെടുക്കുക, അതിൽ വികൃതങ്ങളായ പല പല ദ്വാരങ്ങൾ വീഴുമ്പോഴാണ് ഓടക്കൊല്ലെന്ന് പറയുന്ന ഒരു വലിയ നന്മയായിട്ട് മാറുക. ഇരുമ്പ് പഴിപ്പിച്ച് കൊടിലുകൊണ്ട് ചട്ടവും കൊണ്ട് അടിച്ചടിച്ച് പരത്തുമ്പോൾ ആയുധങ്ങൾ എന്നുള്ള ഉപരി നന്മ ഇതിൽ നിന്ന് വരിക. നെല്ല് മില്ലിലിട്ട് കുത്തുന്നു, കുത്തി കുത്തി ഉമ്മി പോകുമ്പോഴാണ് അരി എന്ന ഉപരി നന്മ വരിക. ഇല്ലി കഷ്ണങ്ങളും ഈട്ട കഷ്ണങ്ങളും വെട്ടി വെട്ടി കടലാസുകൾ ഒട്ടിക്കുമ്പോഴാണ് നക്ഷത്രമെന്ന ഉപരി നന്മ കടന്നു വരിക. അപ്പം നമുക്ക് ഓരോരോ സഹനങ്ങൾ വരുമ്പോൾ ആത്മാർത്ഥമായിട്ട് ധ്യാനിച്ചാൽ പറയാൻ പറ്റും, ആ സഹനങ്ങൾ ഒരു വലിയ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കലാണ്, ഒരുങ്ങലാണ്, ഒരുക്കപ്പെടലാണ്. ആ തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ടാണ് സഹനം ചെറുതാണെങ്കിൽ വരുന്ന നന്മ ചെറുതാണ്, സഹനം വലുതാണെങ്കിൽ വരുന്ന നന്മകളും വലുതാണ്. ഉദാഹരണം, 7ാം ക്ലാസ്സിലെ പഠനം എളുപ്പമാണ്. ആ പരീക്ഷ ചെറിയ ഒരു സഹനമാണ്. അത് കഴിയുമ്പോൾ 8ാം ക്ലാസ് എന്ന ഒരു ചെറിയ നന്മ. പക്ഷെ +2 കടുപ്പമുള്ള സഹനമാണ് പരീക്ഷ. അത് കഴിയുമ്പോൾ പ്രൊഫഷണൽ കോഴ്സ് എന്ന ഉപരി നന്മ വരും. IAS-ഉം IFS-ഉം കടുപ്പമാണ്. അത് കഴിയുമ്പോൾ ഉന്നത സ്ഥാനമെന്നുള്ള ഉപരി നന്മ കടന്നു വരും. ജീവിതത്തിൽ നല്ല ഓട്ടങ്ങൾ സഹനമാണ്. അത് കഴിയുമ്പോഴാണ് ഒളിമ്പിക്സ് മെഡൽ എന്ന ഉപരി നന്മ. പരീക്ഷ എന്ന് പറയുന്ന സഹനമാണ്. അത് കഴിയുമ്പോഴാണ് ഫസ്റ്റ് റാങ്ക് എന്നുള്ള ഉപരി നന്മ. പ്രസവ വേദന ഒരു സഹനമാണ്. അത് കഴിയുമ്പോഴാണ് നവജാത ശിശുവിൻ്റെ ചിരിക്കുന്ന മുഖമെന്നുള്ള ഉപരി നന്മ. ചിലപ്പോൾ മക്കൾ അല്പം തെറ്റിപ്പോകുമ്പോൾ, തെറ്റായ വഴിയെ ചരിക്കുമ്പോൾ അമ്മയും അപ്പനും വേദനിക്കാറുണ്ട്. പക്ഷേ ആ വേദനയുടെ സമയത്ത് പ്രാർത്ഥനയോടെ ഇരുന്നാൽ ആ മക്കളിൽ നിന്നും ഒരു വലിയ നന്മ നാളെ കടന്നു വരും. അകാരണമായൊരു സഹനം വരുമ്പോൾ പരാതി പറയാൻ ചുമ്മാ നിൽക്കുക. അതിനുശേഷം ഈശ്വരൻ ഒരുക്കുന്ന ഒരു വലിയ നന്മയുണ്ട്. ആ നന്മ തിരിച്ചാണ് കൃപ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ജീവിതത്തിൽ ചെറുതും വലുതുമായ സഹനം വരുമ്പോൾ പരാതി വേണ്ട, ആവലാതി വേണ്ട, പരിഭവം വേണ്ട. വെറുതെ അങ്ങ് സഹിച്ച് നിൽക്കുക. അത് കഴിയുമ്പോൾ അതിൽ നിന്നും ഈശ്വരൻ ഒരുക്കുന്ന ഒരു വലിയ ഉപരി നന്മ, ഒരു വലിയ ഭാഗ്യത്തിലേക്ക് നമ്മൾ കടന്നു വരും. പലപ്പോഴും നമ്മൾ അസ്വസ്ഥരാകുന്നത് നമ്മുടെ തലത്തിൽ നിന്ന് സഹനത്തെ കാണുമ്പോഴാണ്, നമ്മുടെ രീതിയിൽ നിന്ന് സഹനത്തെ നോക്കി കാണുമ്പോഴാണ്. ദൈവത്തോട് ചേർന്ന് സഹനത്തെ നോക്കുമ്പോൾ പറയാൻ പറ്റും, തിന്മയിൽ നിന്നും നന്മ വിധിക്കുന്ന ദൈവമുണ്ട്, തിന്മയിൽ നിന്നും ഉപരി നന്മ തരുന്ന ദൈവത്തിൻ്റെ വഴികളുണ്ട്. ആ തിരിച്ചറിവിനായി നമുക്കായിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ആ വരത്തിനായി ദൈവത്തോട് നമുക്ക് യാചിക്കാം.